നമ്മുടെ സംസ്ഥാനത്ത് അതീവ ഗുരുതരമായ മഴക്കെടുതി കാരണമുള്ള പ്രതിസന്ധിയാണ് ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായത്. ഇവിടെ തന്നെ കണ്ണൂർ ജില്ലയിലെടുത്താൽ 3 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ ഇതിനകം ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്താകെ 26 പേർ മരണപ്പെടുന്ന നിലയുണ്ടായി. എല്ലാവരുടെയും വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുണ്ട്. അവരുടെ ദുഃഖത്തിലും ആശങ്കയിലും പൂർണ്ണമായും പങ്കുചേരും. ദുരന്തമുഖത്ത് പകച്ചു നിൽക്കുന്ന ജനങ്ങളെയാണ് കാണാൻ സാധിക്കുക. അപ്പം ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ കേരളമാകെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ്. സർക്കാരിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും. നേരത്തെ തന്നെ അത് വ്യക്തമാക്കിയതാണ്. എന്നാൽ അതേസമയം സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. ഇവിടെ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ, പേരാവൂർ മേഖലകളിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. ചെറുപുഴയിൽ ജോസ്ഗിരിയിൽ ഉരുൾപൊട്ടിയുണ്ടായ റോഡ് തടസ്സം ഒരാഴ്ച വരെയായിട്ടും നീക്കാൻ കഴിഞ്ഞില്ല എന്നത് കണ്ടെത്തിയ അനാസ്ഥ തന്നെയാണ്. പുഴയിൽ കാണാത്തവരെ കണ്ടെത്തുന്നതിനും കാലതാമസം നേരിടുകയുണ്ടായി. നമ്മൾ നൂറ്റാണ്ടിലെ മഹാപ്രളയമായിരുന്നു 2018 നേരിട്ടത്. ഏകദേശം അതിന് സമാനമായ കാലവർഷക്കെടുതിയാണ് 2019 നമുക്ക് നേരിടേണ്ടി വന്നിരുന്നത്. ഇപ്പോൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ വിലയിരുത്തുന്ന കാര്യത്തിലും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്നതിലും ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടത്ര ജാഗ്രതയുണ്ടായില്ല എന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. അത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ഇപ്പോഴത്തെ കെടുതികൾക്ക് കാരണമായ ജൂലൈ 31 അതിതീവ്ര മഴ, അത് ആരംഭിച്ച ഘട്ടത്തിൽ ആവശ്യമായ മുന്നറിയിപ്പോ മുൻകരുതലുകളോ ഉണ്ടായില്ല എന്ന പ്രത്യേകതയുണ്ട്. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിലുണ്ടായ ദുരന്തം ഇത്തരമൊരു അനാസ്ഥയുടെ മറ്റൊരു ഉദാഹരണമാണ്. അതിതീവ്ര മഴ പ്രഖ്യാപിച്ചിട്ടും ചട്ടപ്രകാരം റെഡ് അലേർട്ട് സമയബന്ധിതമായി പ്രഖ്യാപിച്ചില്ല. മഴ നല്ല നിലക്ക് ആരംഭിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അലേർട്ടുകൾ വന്നത്. അതേപോലെ തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടാവുമെന്ന മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാതെ. ഇവിടെ
കേരളത്തിൻ്റെ ഒരു വലിയ നൊമ്പരമായി മാറിയതാണ് രാജേഷിൻ്റെ വിയോഗം. എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിയ സംഭവമാണ്. പ്രളയത്തിലകപ്പെട്ട സഹജീവിയെ രക്ഷിക്കുന്നതിനിടെയാണ് ആ ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നത്. രക്ഷാപ്രവർത്തകൻ കൂടിയായിരുന്നു രാജേഷ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം 4 ദിവസങ്ങൾക്ക് ശേഷമാണ് കണ്ടെത്താനായത്. അത്തരം ഒരവസ്ഥയിലുള്ള മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് ഒരു ഫ്രീസർ ആംബുലൻസ് പോലും ഒരുക്കാൻ കഴിഞ്ഞു. വളരെ ആശ്ചര്യകരമായൊരു സംഭവമാണ്. ഇവിടുന്ന് പുറപ്പെട്ട് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. സ്വാഭാവികമായും ദിവസങ്ങൾ കഴിഞ്ഞതുകൊണ്ടുള്ള ദുരന്തത്തിന്റെ അവസ്ഥ. അങ്ങനെയൊക്കെ അവസ്ഥയിലാണ് ചാവക്കാട് വെച്ച് ഫ്രീസർ ഏർപ്പെടുന്നത്. അപ്പോ ഇതൊരു വീഴ്ച മാത്രമല്ല, വലിയൊരു അനാദരവായിട്ട് തന്നെ കാണേണ്ട കാര്യമാണ്. മറ്റൊരാൾക്ക് വേണ്ടി, മറ്റുള്ളവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമത്തിൽ ജീവൻ നഷ്ടപ്പെട്ട പ്രവർത്തകൻ ദുരന്തമുഖത്ത് സ്വയം സന്നദ്ധനായി വന്ന് കാര്യങ്ങൾ നിർവഹിക്കുന്നയാൾ. അദ്ദേഹത്തോട് കാണിക്കേണ്ട ആദരവ് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, വലിയ തോതിലുള്ള അനാദരവാണ് ഫലത്തിൽ കാണിച്ചത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം അടിക്കടി ഉണ്ടാകുന്ന അതിതീവ്ര മഴ, ഇത് വലിയ തോതിൽ പ്രളയം തന്നെ ഉണ്ടാക്കുക. അപ്പോ അത് ശാശ്വതമായി തടയലാണ് പ്രധാനം. LDF സർക്കാർ ചില നടപടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. ഈ നടപടികൾ 1-2 വർഷം കൊണ്ട് പൂർത്തിയാകുന്നതല്ല. സർക്കാർ സംവിധാനങ്ങളുടെ തുടർ പ്രവർത്തനം കൊണ്ടാണ് പൂർണ്ണതയിലേക്ക് എത്തിക്കാനും പരിഹാരം കാണാനും കഴിയും. ഇതോടൊപ്പം തന്നെ തീരദേശ മേഖല കടുത്ത പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കടലിൽ പോയി കാണാതായ വിഴിഞ്ഞത്തെ ജോൺ, മുതലപ്പൊടിയിലെ ഷിജിൻ, നീണ്ടകരയിലെ ഗൗതം ഒരാഴ്ച പിന്നിടുകയാണ്. ഇതേവരെ കണ്ടെത്താനായിട്ടില്ല. അവരുടെ കുടുംബങ്ങൾ തന്നെ പ്രത്യക്ഷ സമരപാത സ്വീകരിച്ചിരിക്കുകയാണ്. സമയബന്ധിതമായി ഹെലികോപ്റ്ററിൽ തെരച്ചിൽ നടത്തിയില്ല എന്ന ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട മന്ത്രിമാര് സ്ഥലം സന്ദർശിക്കല്, അന്വേഷിക്കല്, ഫിഷറീസ് മന്ത്രി അതുപോലുള്ളവര് ഇവിടങ്ങളിൽ സന്ദർശിച്ചില്ല, അന്വേഷിച്ചില്ല എന്നൊക്കെയുള്ള പരാതിയും ഉയർന്നിട്ടുണ്ട്. ഇവരുടെ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് അവരെ ആകെ ഒപ്പം നിർത്തുക, ഇതായിരിക്കണം ഈ ഘട്ടത്തിൽ നാം പൊതുവെ സ്വീകരിക്കുന്ന സമീപനം. അതില് ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് അതിനനുസൃതമായൊരു സമീപനം ഉണ്ടായോ എന്ന് പരിശോധിക്കണം. ഇപ്പോ 100 കണക്കിന് ക്യാമ്പുകളാണ് സംസ്ഥാനത്തുള്ളത്. അവിടെ ആയിരക്കണക്കിന് ആളുകൾ കഴിയുന്നുണ്ട്. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായി ക്യാമ്പുകളിൽ 15,000-ലധികം ആളുകളുണ്ട്. പല ക്യാമ്പുകളിലും ആവശ്യത്തിന് ഭക്ഷണവും മരുന്നും
അടിസ്ഥാന സൗകര്യങ്ങളും എത്തുന്നില്ല എന്ന പരാതിയുണ്ട്. അപ്പോൾ സർക്കാർ അടിയന്തരമായി തന്നെ ഈ കാര്യങ്ങളിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിലെ ഒരു ക്യാമ്പിൽ സംഭവിച്ചൊരു കാര്യത്തെക്കുറിച്ച് അറിയുന്നത്, അവിടെ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ കാണിച്ച ഒരു രോഗിയുണ്ടായി. ആ രോഗിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആംബുലൻസ് സൗകര്യം ലഭ്യമാക്കാനായില്ല എന്നാണ്. ഇത് ഭരണ സംവിധാനങ്ങളുടെ ഭാഗത്ത് വരുന്ന വീഴ്ചയായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. കുമരകത്ത് ആംബുലൻസ് കിട്ടാത്ത കാരണം കൃത്യസമയത്ത് ആശുപത്രി എത്തിക്കാൻ കഴിയാത്ത 2 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. ഇവിടെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എല്ലാവരും ഏകോപിതമായി നടത്തേണ്ടതാണ്. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ വിവേചനവും ഇക്കാര്യത്തിൽ ഉണ്ടാകാതിരിക്കണം. എല്ലാവരും ഒന്നിച്ചു നിന്നാണ് ഇത്തരം സാഹചര്യങ്ങളെ നേരിട്ടിരുന്നത്. അങ്ങനെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ ഉയർന്നു വന്ന സാഹചര്യങ്ങൾ മറികടക്കാൻ കഴിയേണ്ടതുണ്ട്. ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് പത്തനംതിട്ടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അവിടെ ജില്ലാ അവലോകന യോഗം നടന്നു. ആ യോഗത്തില് കോന്നി MLA KU ജനീഷ് കുമാറിനെ മാറ്റി നിർത്തുന്ന അവസ്ഥ വന്നു. മറ്റ് MLA-മാരെ എല്ലാരെയും പങ്കെടുപ്പിക്കുകയും ചെയ്തു. അപ്പോൾ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു പ്രതിപക്ഷ MLA-യെ മാറ്റി നിർത്തുന്നത് ഒരുപക്ഷെ സംസ്ഥാനത്തെ ആദ്യത്തെ സംഭവമായിരിക്കും. രക്ഷാപ്രവർത്തനത്തിലെയും ദുരിതാശ്വാസ ക്യാമ്പിലെയും പോരായ്മകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കരുതിയാണോ ഇത്തരമൊരു വിവേചനം കാണിച്ചത്? പ്രതിപക്ഷ MLA-മാരുടെ മണ്ഡലത്തില് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കേണ്ടതല്ലേ? അത് വേണ്ട എന്ന നിലപാട് ഉണ്ടോ? ജനപ്രതിനിധികള്, മത്സ്യത്തൊഴിലാളികള്, സന്നദ്ധ സംഘടനകള്, യുവാക്കള്, വിദ്യാർത്ഥികള്, അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ ഭാഗവും ചേർന്ന കൂട്ടായ്മയാണ് മുൻകാലങ്ങളിൽ ഈ പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തതും കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ നിർവഹിച്ചത്. അപ്പൊ ഇത്തരമൊരു ഏകോപനത്തിന് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതിന് സർക്കാർ തയ്യാറാവുകയാണ് വേണ്ടത്. ഈ പ്രതിസന്ധിയെ കേരളത്തിന് ഒരുമിച്ച് നേരിടാനാവണം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കണമെന്നുകൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്രയാണ് ആമുഖമായി പറയാനുള്ളത്. കാലാവസ്ഥ അറിയിപ്പുകൾ കിട്ടുന്നതിനുള്ള പലതരം മാർഗങ്ങളുണ്ട്. അത് കേന്ദ്ര കാലാവസ്ഥയുണ്ട്, ആഗോളതലത്തിലുള്ളതുണ്ട്, പലതരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ കൃത്യമായി കിട്ടുന്ന അറിയിപ്പുകൾ അത് കൃത്യമായി മറ്റു തലങ്ങളിലേക്ക് അറിയിച്ചില്ല എന്ന പ്രശ്നങ്ങളാണ് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നാണ് ഗവൺമെന്റ് കാര്യമായി പരിശോധിക്കുന്നത്. അത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യേകത, ഈ കാര്യങ്ങള് ഭാവനയിൽ പറയാൻ നല്ല കഴിവുണ്ടെന്നുള്ളതാണ്. അതാണ് ചിലപ്പോൾ നുണ എന്ന് പറയുന്നത്. പലരും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇതിലിപ്പോ അദ്ദേഹത്തിന്റെ ഭാവനക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ നടക്കട്ടെ, അത് നല്ലത് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് ജനങ്ങൾ എല്ലാവരും വിലയിരുത്തുന്നുണ്ട്. അത് അദ്ദേഹം കാണാതിരിക്കരുത്. അതിലേക്ക് ഞാനിപ്പോ ഏതായാലും പോകുന്നില്ല. ഞാൻ അത്തരം ഒരു വിവാദത്തിലല്ല ഇപ്പൊ തയ്യാറാകുന്നത്. ഇപ്പൊ എല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ട ഘട്ടമാണ്. ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ ഘട്ടം കടന്നു പോവുകയാണ് വേണ്ടത്.
അതിൽ ചില വീഴ്ചകൾ പറ്റിയിരിക്കുന്നു. ആ വീഴ്ചകൾ പരിഹരിക്കാൻ സർക്കാർ സന്നദ്ധമാകണം. അത്രത്തോളം മാത്രമേ ഇപ്പൊ ഞാൻ പറയുന്നുള്ളൂ. മറ്റേ വളരെ കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിക്കേണ്ട ഒരു സമയമല്ല ഇത് എന്നുള്ളത് കൊണ്ടാണ് അതിലേക്ക് ഞാൻ കടക്കാത്തത്. ഇദ്ദേഹത്തെ കാണാതായപ്പോൾ തന്നെ അത് നാടിൻ്റെ ഒരു നൊമ്പരമായിട്ട് മാറുക. കാരണം രക്ഷാപ്രവർത്തനത്തിനിടക്കാണ് കാണാതാവുന്നത്. രക്ഷിച്ചയാള്, രക്ഷപ്പെട്ടയാള്, അദ്ദേഹം രക്ഷപ്പെടുത്തിയയാൾ, അദ്ദേഹം മാധ്യമങ്ങളോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം കൂടി നാടിന്റെ ശ്രദ്ധയിൽ നല്ല നിലക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അത്തരം ഒരു കാര്യത്തിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ മാത്രം നടപടിയെടുക്കുക എന്നുള്ളതല്ല വരിക. എവിടെയെല്ലാം ശ്രദ്ധിക്കപ്പെടണമോ അവിടെയെല്ലാം ആ ശ്രദ്ധ അപ്പോഴേക്ക് എത്തും. അതിന്റെ ഭാഗമായുള്ള ഇടപെടലുകൾ വരും, സ്വാഭാവികമായിട്ടുള്ള ബന്ധപ്പെടലുകൾ വരും. എന്തായി എന്ന ചോദ്യങ്ങൾ ഉണ്ടാവും. എല്ലാം ഉണ്ടായോ എന്നാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. അത്രയും ഞാൻ പറഞ്ഞില്ലേ, അത് അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പൊ കൂടുതലായിട്ട് പോകാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതില് സാധാരണഗതിയിൽ സംഭവിക്കാൻ പറ്റാത്തൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു. മറ്റൊരാളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിച്ച ഒരു വ്യക്തിയോട് അങ്ങേയറ്റത്തെ അനാദരവുണ്ടായിരിക്കുന്നു. അതിൽ സർക്കാർ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാവും. ക്ഷേമ പെൻഷന്റെ കാര്യത്തില് ക്ഷേമ പെൻഷൻ നമ്മുടെ നാട്ടിൽ മറ്റ രീതിയിൽ നടന്നു പോവുകയാണ്. അതില് ഈ പറയുന്ന വാർത്തകളിൽ കണ്ടത് ആരോഗ്യമുള്ള ആളുകൾക്ക് പെൻഷൻ നേരിട്ട് അക്കൗണ്ടിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതിനോട് സാധാരണഗതിയിൽ വലിയ വിയോജിപ്പുണ്ടാവില്ല. പക്ഷെ പ്രശ്നം എന്താ, ഇവിടെ കൊടുക്കുന്നത് നേരിട്ട് പോയി അക്കൗണ്ടിൽ നിന്ന് എടുക്കാൻ ശേഷിയില്ലാത്ത, അങ്ങനെ ചലനശേഷിയില്ലാത്ത ആളുകളുണ്ട്. കുറെ പേര് പ്രായത്തിന്റെ വല്ലാത്ത ആവശ്യതയുള്ളവർ, ചിലർ പൂർണ്ണമായി കിടപ്പിലായി പോയവർ, അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇവരുടെ ആകെ പണം ഇനി ഈ പെൻഷൻ മുഴുവൻ അക്കൗണ്ടിലേക്കാണ് പോവുക എന്ന് ഒറ്റയടിക്ക് തീരുമാനിക്കുന്ന ഒരു തരത്തിലും ഭംഗിയായിട്ടുള്ള കാര്യമല്ല. അതിനെക്കുറിച്ചൊരു പഠനം ഗവൺമെന്റ് നടത്തണമല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താണ് അവസ്ഥ? ഇവരുടെ കൂട്ടത്തിൽ എത്ര പേര് ഇങ്ങനെ ഈ ഗവൺമെന്റ് വിചാരിക്കുന്ന പോലെ പോയിട്ട് അക്കൗണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആരോഗ്യസ്ഥിതിയുള്ളവരുണ്ടോ? അത് പഠിച്ചുകൊണ്ടല്ലേ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു പഠനവും നടത്തിയിട്ടില്ല. അപ്പോ ഫലത്തിൽ ഇത് പെൻഷനെ പ്രതികൂലമായി ബാധിക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തുക. അത് ശരിയായ രീതിയല്ല, അത് ശരിയായ നടപടിയല്ല. അപ്പോ കിടപ്പിലായി പോയവര്, പൂർണ്ണ ആരോഗ്യമില്ലാത്തവര്, പോയി അക്കൗണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്തവര്, അവർക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന സാഹചര്യം തന്നെ തുടരേണ്ടതായിട്ടുണ്ട്. CPM-കാർ കൊടുക്കുന്നത് വന്നിട്ടാണല്ലോ UDF വന്നത്. അതുകൊണ്ട് വലിയ ദോഷമൊന്നും പറ്റിയില്ല. കേരളത്തില് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് UDF ജയിച്ചു വരാൻ കഴിഞ്ഞല്ലോ. ഈ പെൻഷൻ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് വല്ലാതെ CPM-നോ LDF-നോ വല്ലാതെ പിന്തുണ കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ കാണേണ്ടത് അത്തരം കാര്യങ്ങളൊന്നുമല്ല നോക്കേണ്ടത്. ഒരാള് അയാൾക്ക് നേരെ ചൊവ്വയെ നീങ്ങാൻ കഴിയില്ല, അയാൾക്ക് പെൻഷൻ അർഹതയുണ്ട്. പെൻഷൻ അക്കൗണ്ടിൽ കൊടുത്താൽ ആ അക്കൗണ്ടിൽ കൊടുത്ത കാശ് മറ്റൊരാളുടെ സഹായത്തോടെ പോയിട്ട് മാറേണ്ടി വരും. അങ്ങനെ മാറുമ്പോൾ ചിലരുടെ കാര്യത്തില് ആ പണം മുഴുവനായിട്ട് അയാൾ കിട്ടിയില്ലാതെ വരും. ഇപ്പൊ നേരിട്ട് കൊടുക്കുമ്പോൾ ആ പണം മുഴുവനായിട്ട് കയ്യിൽ കിട്ടും. അപ്പോ ഇതൊക്കെ ഉണ്ടാക്കുന്ന ചില സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. എല്ലാം രാഷ്ട്രീയ കണ്ണിൽ കാണുന്ന നിലയുണ്ടാകരുത്. എന്നാൽ അതേസമയം ആരോഗ്യമുള്ളവരുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാം. ഞാനതിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അന്ന് പട്ടിണി കിടന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് ആ ഘട്ടത്തില് നമ്മൾ കാണിക്കേണ്ട ചില ഔചിത്യങ്ങളുണ്ട്. അതാണ് പ്രശ്നം. ആ ഔചിത്യം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായോ എന്നുള്ളത് അദ്ദേഹം സ്വയമേ പരിശോധിക്കുകയാണ് വേണ്ടത്. പിന്നെ അതിന്റെ ഭാഗമായിട്ട് എന്നെ പറയണമെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. സവർക്കർ കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു നിലപാടാണ്. അതില് സവർക്കറെ എല്ലാ തരത്തിലും മഹത്വവൽക്കരിക്കാനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നത്. അത് RSSന്റെ അജണ്ടയുടെ ഭാഗമായിട്ടുള്ളതാണ്. അദ്ദേഹത്തെ യഥാർത്ഥ ചിത്രം അവതരിപ്പിക്കാതെ മഹത്വവൽക്കരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് അറിയാവുന്ന കാര്യം, സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ സുപ്രധാന ഘട്ടത്തിൽ അതിന്റെ
ഭാഗമായി ഉറച്ചു നിൽക്കാതെ മാപ്പെഴുതി കൊടുത്ത് ബ്രിട്ടീഷുകാരുടെ പാദസേവകനായിട്ട് മാറുക എന്ന് പറയുന്നത് സ്വാഭാവികമായി സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിക്കലാണ്. അതിനാണ് സവർക്കർ ആ ഘട്ടത്തിൽ തയ്യാറായിട്ടുള്ളത്. എന്നാൽ സവർക്കറെ മഹത്വവൽക്കരിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ RSS സ്വീകരിച്ചിട്ടുള്ളത്. ഇത് മറ്റൊരു വഴിയും അവർക്കില്ല, മറ്റൊരു മാർഗം സ്വീകരിക്കാനല്ലാതെ. യഥാർത്ഥ ചരിത്രം പറയാൻ പറ്റില്ല. യഥാർത്ഥ ചരിത്രം പറയുമ്പോൾ RSS സ്വാതന്ത്ര്യ സമരത്തെ തള്ളിപ്പറഞ്ഞതിനെ കാണേണ്ടി വരുമല്ലോ. അന്ന് ചെറുപ്പക്കാരോട് നിങ്ങളുടെ ആരോഗ്യം ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തിട്ട് വെറുതെ ദുർവ്യയം ചെയ്യരുത് എന്ന് ഉപദേശിക്കാൻ തയ്യാറായതാണ് RSS. അങ്ങനെയുള്ള RSSനെ പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബ്രിട്ടീഷുകാരോട് പൂർണ്ണ വിധേയത്വം പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ബ്രിട്ടീഷ് വൈസ്രോയി അടക്കം കണ്ടിട്ട് പൂർണ്ണ പിന്തുണ, നിങ്ങളിവിടെ തുറന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല, നിങ്ങളെ എതിർക്കുകയല്ല എന്ന നിലപാട് സ്വീകരിച്ചവരാണവർ. അപ്പൊ എല്ലാ അർത്ഥത്തിലും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ വഞ്ചിച്ചവരാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരം ഇപ്പോ അവരാണ് നിയന്ത്രിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവരെ മഹത്വവൽക്കരിക്കാനുള്ള രീതിയിലേക്ക് ചരിത്രം മാറ്റുകയാണ്. അതിന്റെ ഭാഗമായാണ് സവർക്കറെ മഹത്വവൽക്കരിക്കുന്നത്. അപ്പൊ അത്തരമൊരു സമീപനം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ ആ കേന്ദ്ര ഗവൺമെന്റിന്റെ പുത്തൻ വിദ്യാഭ്യാസ നയം, ആ നയം നമ്മുടെ കേരളത്തില് നടപ്പാക്കാതിരിക്കുകയായിരുന്നു. അത് നടപ്പാക്കുന്നതിന്റെ നടപടിയാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നത്, UDF ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കൂടി ഇതിനെ കാണണം. അപ്പോൾ തങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഒത്തിണങ്ങിയിരിക്കുന്നുവെന്ന് സംഘപരിവാറുകാർക്ക് പൂർണ്ണ ബോധ്യം വന്നിരിക്കുന്നു. അതിന്റെ ബലത്തിൽ കൂടിയാണ് ഇതുപോലൊരു ചോദ്യം കുട്ടികളോട് ചോദിക്കുന്ന സ്ഥിതി വന്നിട്ടുള്ളത്. സവർക്കറെ മഹത്വവൽക്കരിക്കുന്ന നിലയുണ്ടായിരുന്നു. ഇത് UDF ഗവൺമെന്റിന്റെ ഒത്തുകളിയുടെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ് എന്ന് കാണുന്നു. അർജുനായങ്കിക്കെതിരെ നടപടിയെടുക്കണമെങ്കിൽ നടപടി അവരെടുത്തോട്ടെ. അതിനിപ്പോ ഞാനെന്ത് പറയാൻ? അർജുനായങ്കിക്കെതിരെ തോക്ക് ഉപയോഗിക്കരുത് ഞാൻ പറയണോ നിങ്ങളോട്? അർജുനായങ്കിനെ ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾക്കെതിരെ നടപടിയെടുക്കണമെങ്കിൽ നടപടിയെടുത്തോട്ടെ, അതിന് യാതൊരു തടസ്സവും. വന്ദേ മാതരത്തിന്റെ കാര്യത്തില് നമ്മുടെ രാജ്യം പൊതുവെ അംഗീകരിച്ചൊരു കാര്യമുണ്ട്. അതായത് വന്ദേ മാതരം എന്ന ആകെയുള്ള ഗാനം അത് മതനിരപേക്ഷതക്ക് ചേരാത്തതാണ്. നമ്മളൊരു മതനിരപേക്ഷ രാഷ്ട്രമാണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ ആ മതനിരപേക്ഷതക്ക് ചേരാത്ത ഒരു ഗാനം അതേ രീതിയിൽ ചൊല്ലരുത് എന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി തന്നെ തീരുമാനിച്ചതാണ്. അത് ആദ്യത്തെ ഈരടികൾ ചൊല്ലുന്നതിൽ തെറ്റില്ല. അപ്പൊ ആദ്യത്തെ ഈരടികൾ മാത്രമേ ചൊല്ലേണ്ടതായിട്ടുള്ളൂ എന്നും കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി തീരുമാനമെടുത്തിട്ടുണ്ട്. ഇവിടെയാണ് രാജേന്ദ്ര പ്രസാദാണെന്ന് പ്രഖ്യാപിക്കുന്നത്. ഇതായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ അടക്കം നയം. ആ നയമാണ് കോൺഗ്രസിന്റെ നയമായിട്ടുണ്ടായിരുന്നത്. വ്യത്യാസം വന്നത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ ദിവസം മന്ത്രിസഭാ സത്യപ്രതിജ്ഞയുടെ ഘട്ടത്തിൽ ഈ വന്ദേ മാതരം മുഴുവനായിട്ട് ചൊല്ലി. വന്ദേ മാതരം മുഴുവനായിട്ട് ചൊല്ലുക എന്നുള്ളത് RSSന്റെ നയമാണ്, RSSന്റെ അജണ്ടയാണ്. അതിന് പൂർണ്ണമായിട്ട് കീഴ്പ്പെടുന്ന അവസ്ഥ ഇവിടുത്തെ ഗവൺമെന്റ് കാണിച്ചു. വ്യാപക വിമർശനം അതിനെതിരെ ഉയർത്തി. ആ വിമർശനം നിലനിൽക്കുകയാണ് ഇപ്പൊ വീണ്ടും വന്ദേ മാതരത്തിന്റെ പ്രശ്നം വന്നിട്ടുള്ളത്. ഇപ്പോ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ ദേശീയ ഗാനം മാത്രമല്ല വന്ദേ മാതരം മുഴുവനായിട്ട് ചൊല്ലണമെന്ന് പറയുന്നു എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഗൗരവമായ കാര്യമാണ്. അത് RSS നയമാണ്, നമ്മുടെ രാജ്യം അംഗീകരിച്ചതല്ല.
ഈ വന്ദേ മാതരം ചൊല്ലുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഈരടികൾ മാത്രം ചൊല്ലേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോ എത്ര കണ്ട് RSS അജണ്ടക്ക് കീഴ്പ്പെടുന്നു എന്നുള്ളതാണ് ഈ വന്ദേ മാതരം സത്യപ്രതിജ്ഞാവേള തൊട്ട് ഇതുവരെയുള്ള കാര്യങ്ങളിൽ കാണാൻ നമുക്ക് കഴിയുന്നത്. ഇപ്പൊ ചെയ്യേണ്ടത് അടിയന്തരമായി ഈ കാര്യം തിരുത്താൻ തയ്യാറാവും. ഇത് ഇത്തരത്തിൽ ചൊല്ലാൻ പാടില്ല എന്ന നിലപാട് പൊതുവെ സ്വീകരിക്കാനാവും. ആദ്യത്തെ ഈരടി മാത്രം ചൊല്ലുക, ബാക്കി ദേശീയ ഗാനം ആലപിക്കുന്ന നിലയുണ്ടാവും. ഇതാണ് ആവശ്യമായിട്ടുള്ളത്. അല്ല, ആഭ്യന്തര വകുപ്പ് നിലപാടെടുക്കുന്നതിനെതിരായിട്ടാണല്ലോ പ്രക്ഷോഭം നടക്കുന്നത്. അത് CPIM നടത്തുന്ന പ്രക്ഷോഭമല്ലേ. അതുകൊണ്ട് ഞങ്ങൾ പിടിക്കുന്നില്ല എന്നാണ് അല്ലെ? അങ്ങനെയാണോ? ഞാൻ എല്ലാവരും കുറ്റം ചെയ്താൽ കുറ്റവാളികൾക്കെതിരെ നടപടി ഉണ്ടാവുക എന്നുള്ളത് ഏത് ജനാധിപത്യ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ്. അപ്പൊ തെറ്റായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെതിരെ നടപടികൾ സ്വാഭാവികമായിട്ടുണ്ടാവും. അതാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. വലിയ ചരിത്ര സംഭവങ്ങളല്ലേ, അതിന്റെ ആകെ കാര്യങ്ങളിലേക്ക് ഇപ്പൊ പോട്ടാലും ഞങ്ങൾ സ്വീകരിച്ച നിലപാട് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. കമ്മ്യൂണിസ്റ്റുകാർ എന്തായിരുന്നു പങ്കുവഹിച്ചതെന്ന് എല്ലാവർക്കും അറിയാലോ. ആ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റുകാർ ഏതെല്ലാം തരത്തിൽ പങ്കെടുത്തിരുന്ന എല്ലാവർക്കും അറിയാലോ. കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ എത്രമാത്രം പേര് അതിൽ പങ്കെടുത്തു എന്നുള്ളത് നേരത്തെ ഒരു കണക്ക് ഞാൻ അവതരിപ്പിച്ചത്. ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് 48 നടക്കുമ്പോൾ അതില് പങ്കെടുത്തവരില് മഹാഭൂരിഭാഗം വലിയ തോതിൽ ജയിലിൽ കിടന്നവര്, ശിക്ഷ അനുഭവിച്ചവര് എല്ലാമായിരുന്നു. ഏതാ ജയില്? എല്ലാം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടായത്. ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റിക്കൊടുക്കുന്ന വഴിയല്ല, സാർവദേശീയ രംഗത്തുണ്ടായ സംഭവങ്ങളുണ്ട്. സാർവദേശീയ സംഭവ വികാസങ്ങൾ കാണാതിരിക്കരുത്. ആ സംഭവങ്ങളുടെ നിലപാടിന്റെ ഭാഗമായിട്ട് നിലപാട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് പൂർണ്ണമായും ശരിയായ നിലപാടായിരുന്നു എന്നത് അന്ന് ഞങ്ങൾ കണ്ട കാര്യമാണ്. അതാണ് വസ്തുത. അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം അല്ലേ? ശരി.